ഒരു കല്യാണം കഴിയുമ്പോൾ നമുക്കറിയാം കാലാകാലങ്ങളായിട്ടുള്ള ഒരു ഡയലോഗാണ് വിശേഷായോ മോളെ എന്നുള്ളൊരു ഡയലോഗ്. ഇത് സൊസൈറ്റി നമ്മളെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുവാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു കുട്ടി എന്നുള്ളത് കാണുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നോണ്ട് പെട്ടെന്ന് ഈ പാരന്റ്സിന് ഒരു അച്ഛൻ അല്ലെങ്കിൽ അവര് ഭയങ്കര ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആവേണ്ടി വരുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ സൂര്യ പറഞ്ഞ മാതിരി തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 1 month കഴിയുമ്പോഴേക്കും തുടങ്ങും എന്തായി എന്നുള്ള ഒരു ടോക്ക് വരുന്നത്. പക്ഷെ ഇവരത് പ്രിപ്പയർ ആണോ, എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞിനെ നോക്കുന്നേക്കാളും മുമ്പ്, ഒരു കുട്ടീനെ പറ്റി ചിന്തിക്കുന്നേക്കാളും മുമ്പ് പേരൻസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അവരൊന്ന് ഒരുമിച്ച് ജീവിക്കട്ടെ, അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാം ഉണ്ടോ, എങ്ങനെയാണ് അവർ പോകുന്നത്. കാരണം ചിലപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും നമ്മൾ അതിനു മുമ്പ് കാണുന്ന ആളെ അല്ല വിവാഹശേഷം കാണുന്നത്. അവരുടെ പോരായ്മകൾ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ട ഒരു ടൈം ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്, ഇതൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു കുറച്ച് സമയം വേണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കൊരു കുട്ടിയായി അവസാനം അതൊരു പ്രശ്നത്തിലാണ് തീരുന്നതെങ്കിൽ, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമാണ്, ഈ കുട്ടി ഇത് കണ്ടാ വളരുന്നത്. അവന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവളുടെ ഉള്ളിലേക്ക് എന്നും നിരന്തരം പ്രശ്നങ്ങളാണ് ചെന്ന് കുഞ്ഞു മനസ്സിലേക്ക് ചെല്ലുന്നത്, പ്രശ്നങ്ങള്. അതുപോലെ തന്നെ കല്യാണത്തിന് മുന്നുള്ള ഫേസ് അല്ല, കല്യാണത്തിന് ശേഷം അവർക്കൊന്ന് ജീവിക്കണ്ടേ. ആ ഒരു ഫേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതവരെ എൻജോയ് ചെയ്യണം, അവര് മാത്രമായിട്ടുള്ള ഒരു ലൈഫ്. ഹണിമൂൺ പീരീഡ് ആയാലും അത് കഴിഞ്ഞിട്ടൊരു പോട്ടെ, ഒരു 2 years അവര് മാത്രമായിട്ടുള്ള ഒരു ലൈഫ് അടിപൊളിയായിരിക്കും. ഒരു 1 year വരെ ഹണിമൂൺ പീരീഡ് ആണ് അത്. അവർക്ക് ഹസ്ബൻഡ് വൈഫിലേക്ക് അവരെന്തിനാ കല്യാണം കഴിക്കുന്നത്, അവരൊന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതവർക്ക് അതിനുള്ള ഒരു ടൈം കൊടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് ചുമ്മാ വന്ന് എന്തിനാണ് ആൾക്കാർ കുഞ്ഞിക്കാലിക്ക് നോക്കുന്നുണ്ടോ, ഇത് ഭയങ്കരമായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യും. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് സ്റ്റേബിളായിട്ട് പ്രസവിച്ചാൽ മതിയായിരുന്നു. എനിക്ക് എപ്പോഴുള്ള റിഗ്രറ്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പ്രശ്നം ഇതാണ്. കല്യാണം കഴിഞ്ഞോട്ട് ഇവര് സ്റ്റേബിൾ ആണോ ഇല്ലയെന്ന് ഇവര് ചിന്തിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ പിള്ളേർ വേണം, ഇല്ലെങ്കിൽ പ്രശ്നമാണെന്ന് നാട്ടുകാർ പറയും എന്തോ പ്രശ്നമുണ്ട്, നിനക്കാണോ അവൾക്കാണോ പ്രശ്നം. ഏറ്റവും ദേഷ്യം വരുന്നൊരു ചോദ്യം, കുറെ അമ്മച്ചിമാരുടെ ചോദ്യമാണ്. പക്ഷെ ഇപ്പൊ അത് എനിക്ക് അറിയില്ല, ഇപ്പൊ ആൾക്കാർ അത് കേൾക്കുന്നുണ്ടോ, യുവാക്കളത് വിവാഹം കഴിച്ച യുവാക്കളത് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അത് അവർക്ക് ഭയങ്കര പ്രഷറാണ് ഉണ്ടാക്കുന്നത്. കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു പ്രഷർ, സങ്കടം, അവർ വല്ലാത്തൊരു ഡിപ്രഷനിലേക്കാണ്. ഈ വിശേഷം പോലുള്ള മൂവീസ് അതൊരു ബ്യൂട്ടിഫുൾ മൂവി ആയിരുന്നു. അതെ, അതിനകത്താണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ അവരനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷർ, അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര വലുത് തന്നെയാണ്. പാർട്ടിക്ക് പോകാൻ പറ്റില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഏതെങ്കിലും അമ്മച്ചി അല്ലെങ്കിൽ അങ്കിളുമാർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും ഇത് ചോദിക്കാനായിട്ട്. ഇവരെത്തുമ്പോഴേ ഇവരെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടും. ഏറ്റവും എക്സ്ട്രീം ലെവൽ എത്തുമ്പോഴായിരിക്കും പ്രതികരിക്കുക. ഇത് എന്തായാലും ഇവരുടെ കാര്യമല്ല. ലൈക്ക് ഇവര് ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഒരു മൂവി ഉണ്ടല്ലോ നമ്മുടെ അന്നാബന്റെ മൂവിയില്, അന്നാബൻ അതിനകത്ത് കുഞ്ഞിനെ വേണ്ട എന്ന് ഉള്ള തീരുമാനമാണ്. അവർക്ക് പ്രസവിക്കണമെന്ന് താല്പര്യമില്ല. അങ്ങനെയാണ് സണ്ണി വെയിനുമായിട്ട് കല്യാണം കഴിക്കുന്നത്. എന്നാൽ ആക്സിഡന്റലി ഇവര് പ്രഗ്നന്റ് ആവുക. അപ്പൊ നമുക്ക് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം, അബോർഷനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, പക്ഷെ പുള്ളിക്കാരി പ്രിപ്പയർഡ് അല്ല. അപ്പം അവിടെ വേറൊരു ചോയ്സ് ഇല്ല. പ്രിപ്പയർഡ് അല്ലാത്തൊരു സ്ത്രീ പ്രസവിച്ചിട്ട് കാര്യമില്ല. അത് ആക്സിഡൻ്റലി ഉണ്ടായതൊരു കാര്യം കൂടിയാണ്. അപ്പം അതിനകത്ത് പുള്ളിക്കാരിയുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ഡ്രീം നോക്കി പോകുന്നുണ്ട്. അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സിനിമയായിരുന്നു. പല വിമർശനങ്ങളും അതിന്റെ പേരിൽ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. ആർക്കും തന്നെ അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് പറഞ്ഞ പോലെ തന്നെ അബോർഷനെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷെ നമ്മുടെ കരിയർ നമ്മൾ നോക്കണം. ഇത് തീരെ കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഇപ്പൊ ബ്രോ ഡാഡിയൊക്കെ അബോർഷൻ ചെയ്യാതെ അവര് വേണം എന്നുള്ള രീതിക്ക് തന്നെ കല്യാണി പോയി. അതേ ക്ലീശ സാധനം തന്നെ ഇതിനകത്ത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് അങ്ങനെ ചെയ്തില്ല. അബോർഷൻ ഒരിക്കലും നല്ല കാര്യമല്ല. നിങ്ങൾ മാക്സിമം ഇത് എന്താ പറയാ സെക്യൂർഡ് ആയിട്ട് ഇരിക്കുക. പക്ഷെ നമ്മളൊരിക്കലും പ്രിപ്പയർഡ് ആവാതെ
ഒരു കുഞ്ഞിനെ ജനം നൽകുക. അത് കാരണം അതിനോട് ചെയ്യുന്ന ദ്രോഹമാണ് ശരിക്കും പറഞ്ഞു. കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഒരു കുഞ്ഞിങ്ങോട്ട് വരുമ്പോ അത് ജനിക്കുന്ന മാത്രമല്ല, അത് തൊട്ട് ആ ജനനം തൊട്ട് ആ കുട്ടിയുടെ ഓരോ കാലഘട്ടവും ഓരോ ടൈമും ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം, ക്ലിയർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവർക്ക് ഡ്രസ്സ് കൊടുക്കണം. ഇതെല്ലാം നമുക്ക് ചെയ്യണം. ഇതിന് കേപ്പബിൾ അല്ലാത്ത ഒരാള് ഇതിനെപ്പറ്റി ചിന്തിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പല വീട്ടിലും 11 പിള്ളേരെ അതെ ഇവർ സഫർ ചെയ്യുവാണ് ശരിക്കും. ദാരിദ്ര്യം അനുഭവിച്ച് നേരെയുള്ള വിദ്യാഭ്യാസം കിട്ടാതെ പല കുട്ടികളും ഡ്രസ്സ് ഇടുന്ന കണ്ട് കൊതിയായിട്ട് അങ്ങനെ ജീവിക്കുന്ന കുട്ടികളുണ്ട്. എന്നിട്ട് അത് മറ്റേ വലിയ ഇതായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്റെ കുട്ടികളെ ദാരിദ്ര്യം അനുഭവിച്ചു, നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ചാണ് വളർന്നത്, നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണത്. ഞാൻ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് ഇതിന് അല്ലെങ്കിൽ 1 or 2. അതെ, അല്ലെങ്കിൽ പറയുന്നുണ്ട് കുട്ടികളല്ലേ അവര് തന്നെ വളർന്നുള്ളൂ. അങ്ങനെ തന്നെ വളരാൻ പറ്റില്ല. അവര് ചിലപ്പോ പൊക്കം വെക്കും, വയസ്സ് കൂടും. അതാണ് തനിയുള്ള വളർച്ച എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് വേണ്ട പോഷകാഹാരം അവർക്ക് കിട്ടണം. ഈ പോഷകാഹാരത്തിന് തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഈ കുഞ്ഞു മക്കൾക്ക് തന്നെ ജനിക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല പൈസ വേണം. കാരണം എന്താ വെച്ചാൽ അവരുടെ ഫുഡ്, സെർലാക്ക് പോലെയുള്ള ഫുഡുകൾ, പാമ്പേഴ്സ്, ഇതിനൊക്കെ വരുന്നത് നല്ലൊരു എമൗണ്ട് ആണ്. പാമ്പേഴ്സിനാണ് നല്ലൊരു ഇത് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മള് പൈസ മുടക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഒരു കുട്ടീനെ പറ്റി ചിന്തിക്കുന്നേക്കാളും മുന്നേ ആയിട്ട് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഒരു കുട്ടീനെ എനിക്ക് വളർത്താൻ പറ്റുമോ, അത് നമുക്ക് അറിയണം. അത് രണ്ടുപേരും അച്ഛനും അമ്മയും ഒരുമിച്ച് ആ ഡിസിഷൻ എടുക്കണം. ഒരാൾക്ക് മാത്രം ഇപ്പൊ ഒരാൾ പറയാം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയാം എനിക്ക് കുട്ടീനെ വേണം, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ പറയാം എനിക്ക് കുട്ടീനെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ട, ഞാൻ ഒട്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ അതിനെ എഗ്രി ചെയ്യേണ്ട വരും. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ കുട്ടീനെ വളർത്തേണ്ടത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതിനൊരു കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾക്ക് എപ്പോ ഓക്കെ ആയെന്ന് തോന്നുന്നു അപ്പൊ മാത്രമേ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് വേറൊരാള് പറയുന്നത് കേട്ടിട്ട് അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ഈ ജനനത്തിന് ശേഷമുള്ള പ്രക്രിയകൾ ഇവരാരും ഒന്നും ചിന്തിക്കാറില്ല. അതായത് കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റുള്ളൂ, ഞാൻ പ്രസവിച്ചു, ഞാനൊരു അമ്മയായി, എനിക്ക് ഒരു കുഞ്ഞായി എന്നുള്ളൊരു കാര്യം മാത്രം സമൂഹത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. ആ കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു, ആ കുഞ്ഞ് എങ്ങനെ വളരുന്നു എന്നുള്ളതിലാണ് കാര്യം. അതെ, പറയുന്ന ഒരു സാധനമാണ് സ്ത്രീ പൂർണ്ണതയിൽ എത്തുന്നത് അവൾ അമ്മയാവുമ്പോഴാണ്. സ്ത്രീ പൂർണ്ണതയിൽ എത്തുന്നത് അമ്മയാവുമ്പോഴായിരിക്കും. പക്ഷെ അതിനവര് മെന്റലി പ്രിപ്പയർഡ് ആണോ എന്ന് അവർ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് 18 വയസ്സിലാണ് കല്യാണം കഴിച്ച് അതിന്റെ പിറ്റേ മാസം ഗർഭിണിയായി. അപ്പോൾ ഒന്ന് ആലോചിക്കണം, 18 വയസ്സിൽ അവൾക്ക് അറിയില്ല എന്താണ് ഒരു കല്യാണം, എന്താണ് ഗർഭം ധരിക്കുക എങ്ങനെയാണ്, ഒന്നും അറിയില്ല. ഇന്നും അവൾ ഇമ്മച്ചുവേർഡാണ്. എനിക്ക് അവളുടെ സംസാരത്തിൽ അത് കേൾക്കാൻ പറ്റും. പ്രസവം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ അന്ന് കുഞ്ഞാണല്ലോ, എനിക്ക് 18-19 വയസ്സ്. ഞാനപ്പോൾ ചോദിച്ചത് ഇതെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മലപ്പുറംകാരിയാണ്, ഞാൻ മരിച്ചു സൂര്യയെ, എനിക്ക് പറ്റുന്നുണ്ടായില്ല, ഭയങ്കര പെയിൻ, എനിക്ക് മതിയായി. അതിന് മുന്നേ അവർ 5 പിള്ളേർ വേണമെന്ന് പറഞ്ഞു വെച്ചായിരുന്നു. ഇപ്പൊ അവർക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. ഇപ്പം അത് ആ കുട്ടി അന്ന് പറഞ്ഞ രീതി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇമ്മച്ചോടാണ് അവൾ ഇപ്പോഴും. അവൾക്ക് ഒരു പൊതി കിട്ടാൻ പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു പ്രായത്തിൽ ഒരു അമ്മ ആവേണ്ടി വന്നു. ശരിക്കും 20 വയസ്സിന് 21 താഴെ ഉള്ളവരുടെ ശരീരം ഒരു അമ്മയാവാൻ കേപ്പബിൾ അല്ല ആക്ച്വലി, സത്യം പറഞ്ഞ. അത് പക്ഷെ ആരോട് പറയാം, അപ്പൊ വീട്ടുകാരുടെ ഇഷ്ടത്തിനും സമൂഹത്തിന്റെ ഇഷ്ടത്തിനും അവരെവിടെ താമസിക്കുന്നോ ജീവിക്കുന്നോ ആ സമൂഹത്തിനനുസരിച്ചിട്ടാണ് അവര് എല്ലാം ചെയ്യുന്നത്. വിവാഹം കഴിക്കുന്നതും പ്രസവിക്കുന്നതും സഹിതം ഒന്നും സ്വന്തം ആയിട്ടൊരു ഇഷ്ടമുണ്ടോ ഒന്നും അവർ ചിന്തിക്കാനുള്ളൊരു കഴിവില്ല. അപ്പം ഇനി അങ്ങനെ ഒരു നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർഡ് ആയോ, നിങ്ങൾ സ്റ്റേബിൾ ആണോ, നിങ്ങളുടെ കുട്ടിക്ക് എല്ലാം കൊടുക്കാനുള്ള രീതിക്ക് നിങ്ങളുടെ കുട്ടികൾ വളരുന്നതിനൊപ്പം നിങ്ങൾക്കും ജീവിക്കണം. ഇവര് പാരന്റ്സ് ഉണ്ടാവുകയാണ്, അവിടെ അച്ഛനും അമ്മയും അവർക്ക് കുട്ടികൾക്ക് മാത്രം വേണ്ടി അല്ല ജീവിക്കണം. അവർക്ക് മെച്യൂരിറ്റി ഉണ്ടോ എന്നും കൂടെ അത് ചിന്തിക്കണം. അവര് കുട്ടികളി കളിച്ച് നടക്കുന്ന പ്രായമാണോ, അത് എൻജോയ് ചെയ്യണമെങ്കിൽ അത് എൻജോയ് ചെയ്യുക. ഇനിയിപ്പോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർക്കും ജീവിക്കണ്ടേ ഇനിയും. ഇവര് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിന്റെ ഇപ്പൊ ഇവർക്കും ജീവിക്കണം, ഇവർക്കൊരു ജീവിതം ഇനിയുണ്ട്, വയസ്സാകുന്നവരെയും ഉണ്ട്. ഞാൻ ഇതുപോലെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ അടുത്തും കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ച് ചോദിച്ചിട്ടുള്ള കാര്യമാണ്,
നിങ്ങള് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാള് ജീവിച്ചത്, ഈ ഒരു ടൈം വരെ നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സുഖവും സന്തോഷവും ഒന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ കഷ്ടപ്പാടാണ് അവിടെ. നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാ. അവിടെ കല്യാണം കഴിഞ്ഞു, പിറ്റേ മാസം ഗർഭിണിയായ, മറ്റേ പ്രസവം കഴിഞ്ഞു, ആ ഒരു ടൈം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഈ മക്കള് നിങ്ങളെ നോക്കും എന്താ ഉറപ്പുള്ളത്? അവര് വലുതായി കഴിഞ്ഞു കഴിയുമ്പോ ഈ പേരൻസിന് അവര് പേരൻസ് വയസ്സായി അവിടെ. പിന്നെ അവർക്ക് എപ്പോഴാണ് അവർക്കൊന്നും ജീവിക്കാൻ പറ്റുന്നത്? ഇല്ല എന്നുള്ളതാണ്. പലരും 50-60 മരിക്കുകയും ചെയ്യും. അത് എന്തൊരു ജീവിതം. ഞാൻ എന്റെ അമ്മയോടും അച്ഛനോടും ചോദിച്ചിട്ടുണ്ട്. ഇവര് എനിക്കും എന്റെ ചേട്ടനും വേണ്ടിയിട്ടല്ലാതെ ജീവിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു സന്തോഷമില്ല. ഒരു സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല. അടുത്തുള്ള സ്ഥലം പോലും അമ്മ പോയി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഒരു സിനിമയ്ക്ക് പോലും ഞാൻ അവരുടെ കൂടെ സിനിമയ്ക്ക് പോയത് ആകെ 2 വട്ടം എന്തോ ആണ്. അത് ഞാൻ ഒരുപാട് നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ ആ വക കാര്യങ്ങൾ പോലും എൻജോയ് ചെയ്യാൻ അച്ഛനും അമ്മയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 2 പേർക്കും വേണ്ടി ആണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും നിങ്ങൾ കളഞ്ഞത്. ഇനി അങ്ങോട്ട് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ചിന്തിച്ച് ഭ്രാന്താവാൻ അമ്മയ്ക്ക് അച്ഛനൊന്നും അവരൊന്നും തയ്യാറല്ല. താല്പര്യം. ഇനി അങ്ങോട്ട് എങ്ങനെയാണോ സർവൈവ് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് എന്റെ കുട്ടികൾ നല്ല രീതിയിൽ വളരുവാൻ വേണം. അതിനൊപ്പം എനിക്കും എൻജോയ് ചെയ്യണം എന്റെ ലൈഫ്. അതാണ് എന്റെ മെയിൻ ഒരു കാര്യം. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കും എന്റെ ഹസ്ബൻഡിനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കും എൻജോയ് ചെയ്യണം. എല്ലാം അറിഞ്ഞ് ജീവിക്കണം എന്നാണ്. അപ്പൊ അതിനനുസരിച്ച് സ്റ്റേബിൾ ആവുമ്പോഴാണ് ഞാൻ ഒരു അമ്മയാവാൻ തയ്യാറാവത്തുള്ളൂ. അതെ, അതുപോലെ എല്ലാരും ചിന്തിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തന്നെ അവര് നല്ലതായിട്ട് ഇരിക്കട്ടെ. എല്ലാവരും നല്ലതായിട്ട് ഇരിക്കട്ടെ. താങ്ക് യു.